നീ കുറെ കാലം രാജുവിന്റെ വീട്ടില് അവന്റെ മുറി തന്നെയല്ലേ കഴിഞ്ഞത്? അവനൊരാണും നീയൊരു പെണ്ണും തന്നെയല്ലേ? എത്ര തവണ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നീയും അവനും പറഞ്ഞാലും അതൊക്കെ വെറും പച്ച കള്ളമല്ലാന്ന് എന്താ ഇത്ര ഉറപ്പ്? രാജു 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 നിന്റെ ചെവി എന്താ പൊട്ടിപ്പോയോ? രാജു എന്താ മേഡം? അപ്പോ നിന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ബൈക്ക് ഒന്ന് സൈഡിലേക്ക് നിർത്തിക്കേ രാജു. ശരി മേഡം. ഇതെന്ന് ലാൻഡ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട്? രാജു ഇത് വിമാനമാണോ പറപ്പിക്കുന്നത്? ബൈക്ക് ഒതുക്കാൻ പറ്റിയ സ്ഥലം വേണ്ടേ മേഡം? എന്താ മേഡം മേഡം എന്താ ഇങ്ങനെ നോക്കുന്ന? കാര്യം എന്താന്ന് വെച്ചാ മേഡം പറ. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് രാജു അറിയുന്നുണ്ടോ? ഞാൻ എങ്ങനെയൊക്കെയാ നാണം കിടന്നതെന്ന് രാജു അറിയുന്നുണ്ടോ? മേഡം എന്തൊക്കെയാ പറയുന്ന? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാക്കണ്ട. ഇങ്ങനെ മൊണ്ടനെ പോലെ എന്റെ കൂടെ പ്രൊട്ടക്ഷൻ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നാ മതി. ഒന്നും അറിയണ്ടല്ലോ, അതല്ലേ നിനക്ക് ഇഷ്ടം? ഓ യൂസ്ലെസ് റോഹൻ. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്തിനാണെന്ന് രാജുന് അറിയോ? ഇല്ല. എന്നാ അറിഞ്ഞോ? ഇവനൊക്കെ എന്താ ചെയ്യണ്ടേ? അല്ല, അവനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ആർക്കും തോന്നാവുന്ന ഒരു സംശയം അവനും തോന്നി, അത്രേ ഉള്ളൂ. കല്യാണ നാടകം സെറ്റ് ചെയ്തപ്പോ ഓർക്കണായിരുന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന്. ഓരോന്നൊക്കെ ചെയ്തു വെക്കുമ്പോ ഓർക്കില്ല അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. രാജു എന്റെ മനസ്സിനെ കുത്തി നോക്കിയാണോ? അല്ല മാഡം, മാഡത്തിന് ഇങ്ങനെ ഒരു അപമാനം ഏറ്റതിന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. ഇതിപ്പോ ജീവിതകാലം മുഴുവൻ ഈ പഴി ഞാൻ കേൾക്കേണ്ടി വരും. സാരില്ല, ഞാൻ സഹിച്ചോളാം. സോറി മാഡം, ഞാൻ മാഡത്തെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മാഡത്തിന്റെ മനസ്സൊന്നും നൊന്താ ആ വേദന അനുഭവിക്കുന്നത് ഞാനാ. റോഹൻ എന്നോട് ചെയ്തതിന് എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. എന്നാ ആ വിഷമെല്ലാം എനിക്കിപ്പോ മാറി, ആശ്വാസായി. എന്തായാലും മാഡത്തിന് എന്റെ വക ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ആ രമ്യ വിരിച്ച വലയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയാണ്. ഒരുപാട് നന്ദി മാഡം. അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു കെട്ട് നന്ദി പറയണ്ടേ? ഏതെല്ലാം കുരുക്കളിൽ നിന്നാ രാജുവിനെ രക്ഷിച്ചത്? എവിടെയൊക്കെ വയ്യാവേലികളുണ്ടോ അവിടെയൊക്കെ ചെന്ന് വീഴാൻ ബഹുമിടിക്കല്ലേ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഭവതി. ഭവതിയോ? ആ ഭവതി. അകലെ